ചാപ്റ്റർ 2 ഡൈനാമിക് പ്രോഗ്രാമിംഗ് നോൺ ലീനിയർ പ്രോഗ്രാമിംഗ്. അപ്പം ഇതും ഫസ്റ്റ് ചാപ്റ്ററും പോലെ തന്നെ രണ്ട് സെക്ഷൻ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ സാധനം ഡെവലപ്ഡ് ബൈ റിച്ചർഡ് ഇ ബെൽമാൻ എന്ന് പറഞ്ഞ ആളാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ബെൽമാന്റെ ഒപ്റ്റിമൽ പ്രിൻസിപ്പിൾ എന്നുള്ള സാധനം ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ അത് ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ രണ്ട് പ്രോബ്ലംസ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് ബാക്ക്വേർഡും ഫോർവേഡും ഉണ്ട്. അപ്പോൾ രണ്ട് പ്രോബ്ലംസ് നമ്മൾ ചെയ്യും. അത് പ്രീവിയസ് ഇയർ ചോദിച്ചില്ല, ഇനി ചിലപ്പോൾ ഈ സെമിസ്റ്റർ ചോദിക്കുമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് നമ്മളത് അതിലേക്ക് ആ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നത്. ഡയറക്റ്റ് നമ്മൾ പ്രോബ്ലത്തിലേക്ക് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിൽ ബാക്ക്വേർഡ് ഡൈനാമിക് പ്രോഗ്രാമിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് തന്നിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് നമ്മളെ കയ്യിൽ ആദ്യം തന്നിട്ടുണ്ടാവും. എന്നിട്ട് അതിൽ എ എന്ന പോയിന്റിൽ നിന്നും ഐ എന്ന പോയിന്റിലേക്ക് എത്താൻ കഴിയുന്ന ഷോർട്ടസ്റ്റ് ടൈം എന്താന്നുള്ള കാര്യം കാൽക്കുലേറ്റ് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പം അത് ബാക്ക്വേർഡ് മെത്തേഡിലൂടെ ചെയ്യാം, ഫോർവേഡ് മെത്തേഡിലൂടെ ചെയ്യാം. ബാക്ക്വേർഡ് മെത്തേഡിലൂടെ ചെയ്യാൻ എങ്ങനെ വെച്ചാൽ, നമ്മൾ ഐന്ന് തുടങ്ങിയിട്ട് ബാക്കിലോട്ട് പോകും. എന്നിട്ട് അവിടുന്ന് ഐയിലേക്ക് റീച്ച് ചെയ്യാൻ ഒപ്റ്റിമൽ ടൈം ഏതാണെന്ന് നോക്കിയിട്ട് അതിൽ ഏറ്റവും ലീസ്റ്റ് ടൈം നമ്മൾ സെലക്ട് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് കയ്യിൽ തരുന്ന ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാവുക വെച്ചാൽ, എ ബി എന്നുള്ള ഈ നമ്പർ ലെറ്റേഴ്സ് വന്നിട്ടുണ്ടാവും. ലെറ്റേഴ്സ് പിന്നെ എ ടു ബി ട്രാവൽ ചെയ്യാനുള്ള ഡിസ്റ്റൻസ് ആണ് 4, ബി ടു ഡി ട്രാവൽ ചെയ്യാനുള്ളതാണ് 14. അപ്പം ആ ട്രാവൽ ചെയ്യാൻ ടൈം തന്നിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ എ നിന്ന് ഐയിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നാണ് ചോദിക്കുന്നത്. അത് നമ്മൾ ബാക്ക്വേർഡ് മെത്തേഡിൽ എന്താ ചോദിച്ചാൽ, ഐയും തുടങ്ങിയിട്ട് ഐയിലേക്ക് എത്തുന്നത് രണ്ട് പോയിന്റ് വെച്ചാണ് ജിയും എച്ചും. അപ്പൊ ജിയും എച്ചും ഐയിലേക്ക് എത്താനുള്ള ദൂരം നോക്കുക. ടൈം എന്ന രീതിയിൽ നോക്കുക, ഡിസ്റ്റൻസ് എന്ന നിങ്ങൾ ഏത് രീതിയിലാണ് നോക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. അപ്പം ടൈം ഇപ്പോൾ 5 മണിക്കൂർ എടുക്കും ജി എന്ന ഇതിന്ന് ഐ എന്ന ഇതിലേക്ക് എത്താന്. അപ്പോൾ ജിയിൽ നിന്നും ഐയിലേക്ക് എത്തുന്നത് 5 ഫ്രം ആ ഒരു ആരോ മാർക്ക് ടു ഐ, ജിയിൽ നിന്ന് ഐയിലേക്കാണ് പോകുന്നത് കാണിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എഴുതല്. അപ്പം ജി നിന്ന് ഐയിലേക്ക് എത്താനുള്ളത് ജി ടു ഐ 5 ഫ്രം ടു ഐ. ഇനി എച്ചിന്ന് ഐയിലേക്ക് എത്താനുള്ള ദൂരം 7 ആണ്, 7 ഡിസ്റ്റൻസ് ഐയിലേക്ക്. അപ്പം ഈ ഒരു ഫസ്റ്റത്തെ ഈ ലെറ്റേഴ്സിനെ പറഞ്ഞ പേരാണ്. ഇത് നമ്മൾ ക്ലിയർലി നമുക്ക് കാണാം. ഇത് നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സെക്ഷൻ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ? കാരണം ഇപ്പൊ സിയിൽ നിന്ന് ഡിയിലേക്കോ അല്ലെങ്കിൽ ഡിയിൽ നിന്ന് ഇയിലേക്കോ എച്ചിലേക്കോ ഒരു മാപ്പിംഗ് ഇല്ല. മാപ്പിംഗ് ഉണ്ടെങ്കിൽ അത് ഫോർവേഡിലേക്കാണ് മാപ്പിംഗ് പോകുന്നത് നെറ്റ്വർക്കിന്റെ. അപ്പൊ ഈ നെറ്റ്വർക്കിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇങ്ങനെ സെക്ഷൻ ആക്കി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം ഐ എന്നുള്ളത് എൻഡ് സെക്ഷൻ ആണ്. പിന്നെ ഫസ്റ്റ് സെക്ഷൻ ജി എച്ച്, പിന്നെ അടുത്ത ഡി ഇ എഫ്, പിന്നെ അടുത്ത സെക്ഷൻ ബി സി, പിന്നെ അടുത്ത സെക്ഷൻ എ. അപ്പോൾ ഈ ലെറ്റേഴ്സിനെ പറഞ്ഞ പേരാണ് സ്റ്റേറ്റ് വേരിയബിൾ. ഇവിടെയുള്ള സ്റ്റേറ്റ് വേരിയബിൾ എന്ന് വിളിക്കുന്നതാണ് ഇത്. അപ്പോൾ സ്റ്റേറ്റ് വേരിയബിൾ ആയിട്ടുള്ളത് എക്സ് നോട്ട് എന്നുള്ളത് ഐ ആയിരിക്കും, x1 എന്നുള്ളത് ജി കോമ എച്ച് ആയിരിക്കും, x2 എന്നുള്ളത് ഡി ഇ എഫ് ആയിരിക്കും, x3 is equal to ബി കോമ സി ആയിരിക്കും, ആൻഡ് x4 will be എ. അപ്പോൾ ഈ x0, x1, x2, x3, x4 എന്നുള്ള ആൾക്കാർ പറഞ്ഞ പേരാണ് സ്റ്റേറ്റ് വേരിയബിൾ. അപ്പോൾ x0 എന്ന ഐ, x1 എന്ന് പറഞ്ഞാൽ ജി എച്ച്, ഇങ്ങനെയാണ് നമ്മൾ എടുക്കുക. ഇത് ബാക്ക്വേർഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത്. ഫോർവേഡ് ആവുമ്പോൾ x0 എന്ത് വരും? എ വരും, x1 ബി സി വരും. കാരണം നമ്മൾ ഫസ്റ്റ് ഏതാണ് എങ്ങനെ ട്രാവൽ ചെയ്യുന്ന അനുസരിച്ചിട്ടാണ്. അപ്പൊ ഐ എന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ ഐ എന്നുള്ളത് ഇനീഷ്യൽ പൊസിഷൻ ആകുമ്പോൾ x0. അപ്പൊ നമ്മൾ സെക്ഷൻ ആയിട്ട് നമുക്ക് ഈ ഒരു നെറ്റ്വർക്ക് നന്നായി ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, ജിയിൽ നിന്ന് എച്ചിലേക്ക് ഒരു മാപ്പിംഗ് ഇല്ല. അതേപോലെ തന്നെ ഇവിടെ നോക്കാൻ ഡിയിൽ നിന്ന് ഇയിലേക്കോ ഈ എഫിൽ നിന്ന് ഇയിലേക്കോ ഒരു ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ ആരോ മാർക്ക് പോകണില്ല. ഇനി അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ, നെറ്റ്വർക്കിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഇങ്ങനെ ഒരു മാപ്പ് ഉണ്ടെങ്കിൽ ഒരു ഡമ്മി വേരിയബിൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്താക്കുക, ഈ ഇയിൽ നിന്ന് ഈ ഡീനെ ഫ്രണ്ടിലേക്ക് മാറ്റുക, എന്നിട്ട് ഇന്ന് അങ്ങോട്ടേക്ക് മാപ്പ് കൊടുക്കുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. സോ ഇതാണ് സ്റ്റേറ്റ് വേരിയബിൾ എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ഉള്ളിൽ തന്നെ
വേറൊരു സാധനം ഡിസിഷൻ വേരിയബിൾ ലേറ്റർ ഓൺ റിമാർക്കിൽ കൊടുത്തിട്ടുണ്ടാവും. ഡിസിഷൻ വേരിയബിൾ എന്ന് പറഞ്ഞത് y1 എന്നുള്ളത് 5,7 ആയിരിക്കും ഡിസിഷൻ വേരിയബിൾ. അതായത് ഈ 5 ഈ 7. y2 എന്നുള്ളത് ഇവിടെയുള്ള 18 അതായത് ഡിയിൽ നിന്ന് ജിയിലേക്കും ഡി എന്നുള്ള എല്ലാ മാപ്പിങ്ങൾ ഇയിൽ നിന്ന് പോകുന്ന എല്ലാ വരകളുടെയും ഡിസ്റ്റൻസ് ഏതൊക്കെയാണോ അതൊക്കെയാണ്. അപ്പം 18 ഡിയിൽ നിന്ന് 18 17 പിന്നെ ഇയിൽ നിന്നത് 3 6 പിന്നെ എഫിൽ നിന്ന് 3 9. അപ്പൊ ഇതൊക്കെയാണ് അതിലെ ഡിസിഷൻ വേരിയബിൾ എന്ന് വിളിക്കുന്ന സാധനം. സോ ദാറ്റ് ആർ ദ ഡിസിഷൻ വേരിയബിൾ, സ്റ്റേറ്റ് വേരിയബിൾ. അപ്പൊ അങ്ങനെ നമുക്ക് ഇവിടെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. തന്ന നെറ്റ്വർക്ക് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റേറ്റ് വേരിയബിൾ ഡിസിഷൻ വേരിയബിൾ കിട്ടുന്നത്. അപ്പൊ ഇനി നമ്മൾ ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാൻ നോക്കാം. പ്രോബ്ലം ആദ്യം തന്നെ നമ്മൾ ഐയിൽ നിന്നാണ് തുടങ്ങുന്നത്. ബാക്ക്വേർഡ് ആയതുകൊണ്ട് എൻഡ് പോയിന്റ് നിന്നാണ് തുടങ്ങുന്നത്. ബാക്ക് എന്ന് ഫ്രണ്ടിലോട്ട്, അതാണ് ബാക്ക്വേർഡ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് ആണ് ഇതിന്റെ പേര്. അതുകൊണ്ട് തന്നെ പേരിൽ തന്നെ നമുക്ക് ബാക്ക്വേർഡ് എന്നാണ് തുടങ്ങുന്നത്. ബാക്ക് നിന്ന് തുടങ്ങിയായിട്ട് അതാണ് മിനിമം ഡിസ്റ്റൻസ് ഫ്രം റീച്ചിങ് ഫ്രം ഐ ടു. ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ എ എന്ന ഐയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ കണക്ട് ചെയ്യാനുള്ള മിനിമം ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഉപയോഗിച്ച് കണ്ടത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നത്. അപ്പോൾ സ്റ്റേജ് 1 സ്റ്റേജ് 2 എന്നുള്ള കാര്യങ്ങൾ ഞാനിവിടെ ഈ ഗ്രാഫ് വെച്ച് പറഞ്ഞുതരാം. നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഈ ഗ്രാഫും ഞാൻ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യുക, ഐ എടുക്കുക. ഐ എന്ന പോയിന്റിലേക്ക് ജിയിൽ നിന്നും എച്ചിലേക്കും എത്തുന്നത് എങ്ങനെ നോക്കുക. അപ്പൊ ജിയിൽ നിന്ന് 5 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താൽ നമുക്ക് ഐയിലേക്ക് എത്തി. അപ്പം 5 ഇട്ട് കൊടുക്കുക, ഒരു വട്ടിട്ട് കൊടുക്കുക, എന്നിട്ട് ആരോ മാർക്ക് കൊടുക്കുക. ടുവേർഡ്സ് വെയർ എന്നുള്ള ആരോ മാർക്കാണ്. അത് എത്തുന്നത് ഐയിലേക്കാണ് എത്തുന്നത് എന്നുള്ള ആരോ മാർക്കാണ്. അപ്പൊ അതിന് മുമ്പ് എന്താ സംഭവിക്കുന്ന കാര്യങ്ങൾ നോക്കുക. അതാണ് ഇതിന്റെ പ്രത്യേകത. ബാക്ക്വേർഡില് നമ്മൾ അതിന് മുമ്പ് ജിന്റെ മുമ്പ് എന്താ സംഭവിച്ചത്, എച്ചിന് മുമ്പ് എന്താ സംഭവിച്ചത് നമ്മൾ നോക്കൂല. നമ്മൾ ജിയും എച്ചിന്റെ കേസ് മാത്രം എടുക്കും. എന്നിട്ട് ആ സ്റ്റേജിൽ നിന്ന് അങ്ങോട്ടേക്ക് നോക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡി ഇ എഫ് എടുക്കും. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള നോക്കും. അതിന് മുമ്പ് ബിയും സിയും എടുക്കുന്ന ഡിസ്റ്റൻസ് നമ്മൾ നോക്കുന്നേ ഇല്ല. ഓക്കെ അല്ലേ. അപ്പൊ ഇവിടെ അത് ജിയും എച്ച് മാത്രം നോക്കിയാൽ മതി. അതാണ് നമ്മൾ ഫസ്റ്റ് സെക്ഷൻ. അപ്പൊ ജിയിൽ നിന്ന് എത്താനുള്ള ദൂരം 5 ആണ്, എച്ചിൽ നിന്ന് എത്താനുള്ള 7 ആണ്. അപ്പൊ അത് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കും. ഫസ്റ്റ് കേസിൽ നമ്മൾ ഒപ്റ്റിമൈസേഷൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഫസ്റ്റ് കേസിൽ എന്താണ് സംഭവിക്കുന്നത് അത് നമ്മൾ അങ്ങനെ തന്നെ ചെയ്തു. അപ്പൊ 5 ഡിസ്റ്റൻസ് ആണ് ഐയിലേക്ക് ട്രാവൽ ചെയ്യുന്നത്, 7 ഡിസ്റ്റൻസ് ആണ് ഐയിലേക്ക് ട്രാവൽ ചെയ്യുന്നത് എച്ചിൽ നിന്ന്. ഇനി അടുത്ത് ഡി എടുക്കുക. ഡി എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഡിയിൽ നിന്ന് 2 ആരോസ് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഒന്ന് എച്ചിലേക്കും പോകുന്നുണ്ട്, ഒന്ന് ജിയിലേക്കും പോകുന്നുണ്ട്. അപ്പൊ ഡിയിൽ നിന്ന് നമ്മൾ എൻ പോയിന്റ് ഐയിലേക്ക് എങ്ങനെയൊക്കെ എത്താം, ജിയിലൂടെ വരാം, എച്ചിലൂടെ വരാം, ഇല്ലേ. അപ്പം ഡി എന്ന പോയിന്റിലേക്ക് എടുക്കുകയാണെങ്കിൽ ഡി എന്ന പോയിന്റിലേക്ക് ഞാൻ ജിയിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് എത്ര ടൈം എടുക്കും, 18 + 5. ഇനി ഞാൻ എച്ചിലൂടെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എത്ര സമയം എടുക്കും, 17 + 7. 18 + 5 ഇങ്ങനെ 18, ഇവിടെ 18 + 5, ഇവിടെ 18 + 5, ഇവിടെ 17 + 7. അപ്പൊ ഇത് 2 കൂട്ടുക. അപ്പൊ 2 കൂട്ടുമ്പോൾ 18 + 5 ചെയ്യുമ്പോൾ 18 + 5 ചെയ്യുമ്പോൾ നമുക്ക് 23 കിട്ടും. 17 + 7 ചെയ്യുമ്പോൾ 24 കിട്ടും. അപ്പൊ ഇതിൽ ഏറ്റവും നമ്മൾ എടുക്കുന്നത് എന്ന് ഐയിലേക്ക് എത്താൻ ഷോർട്ടസ്റ്റ് ടൈം ആണ് നോക്കാം. അപ്പൊ ഇതിൽ ഏറ്റവും ചെറുതായി നോക്കാം. 23 24 ചെറിയ വാല്യൂ 23 ആണ്. അപ്പൊ നമ്മൾ എന്താണ്, ഡിയിൽ നിന്ന് ജിയിലൂടെ പോയ ഐക്ക് എത്തുന്നതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈം. അപ്പൊ നമ്മൾ 23 ആണ് ഷോർട്ടസ്റ്റ്. അത് നമ്മൾ ജിയിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ത്രൂ ജി. അപ്പൊ ഈ ആരോ മാർക്ക് നോക്കിയാൽ എന്താ വെച്ചാൽ നമ്മൾ ഡി ആണ് നിൽക്കുന്നതെങ്കിൽ ഡിന്ന് എങ്ങനെ പോകണമെന്ന് വെച്ചാൽ നോക്കാം, 23 ഡിസ്റ്റൻസ് ആണ് മനസ്സിലായി. അപ്പൊ എങ്ങനെ പോവാ, ജിക്ക് പോയി നിങ്ങൾ ആദ്യം. അപ്പൊ നമ്മൾ ജിക്ക് പോവാ. ജിയിൽ പോയാലോ, ജിന്ന് പിന്നെ എങ്ങോട്ടാ പോവാ, ഐയിലേക്ക് പോവാ. അപ്പോൾ ആരോ മാർക്ക് ടു ജി, അപ്പൊ നമ്മൾ ജിയിലേക്ക് ട്രാവൽ ചെയ്യുന്നു. പിന്നെ ജിയിൽ നിന്ന് ആരോ മാർക്ക് നോക്കുമ്പോൾ ഐയിലേക്ക് ട്രാവൽ ചെയ്യുന്നു. അപ്പൊ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് കാണിക്കാനാണ് ഈ ആരോ മാർക്ക് ഇട്ടിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഹൗ യു ഡു ഫോർ ഡി. ഇനി അടുത്തത് ഇയിൽ നിന്ന് ട്രാവൽ ചെയ്ത് നോക്കുക. ഇയിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് 3 ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്കും 6 ഡിസ്റ്റൻസ് രണ്ടും ജിയിലൂടെയും എച്ചിലൂടെയും നമുക്ക് ട്രാവൽ ചെയ്യാം. അപ്പൊ ഇയിൽ നിന്നും നമുക്ക് എങ്ങനെ ട്രാവൽ ചെയ്യാം, ജിയിലൂടെ ട്രാവൽ ചെയ്യാം. ജിയിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഇയിൽ നിന്ന് ട്രാവൽ ചെയ്യുമ്പോൾ 3 + 5 എടുക്കും. എച്ചിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര എടുക്കും, 6 + 7.
3 + 5 8 6 + 7 13. അപ്പൊ അതിൽ ഏറ്റവും സ്മോളസ്റ്റ് ആണ്. അതായത് 3 + 5 എങ്ങനെ കിട്ടിയത്? ഇവിടെ നോക്കുക, ഇവിടെ നിന്നുള്ള ആരോ നോക്കുക, ഇയിൽ നിന്ന് പോകുന്ന ആരോ 3, പിന്നെ ഐയിലേക്ക് എത്തുന്നതാണ് നോക്കുന്നത്. അപ്പൊ 3 + 5 ആണ് ഐയിലേക്ക് എത്തുക. ഇയിൽ നിന്ന് എച്ചിലൂടെ പോകുമ്പോൾ 6 + 7, അപ്പൊ അതാണ് ഏറ്റവും സ്മോളസ്റ്റ്. അപ്പൊ നമ്മൾ ഏതെടുക്കേണ്ടത്? അതിൽ ഏറ്റവും സ്മോളസ്റ്റ് ഏതാ? 8 ആണ്. അപ്പൊ 8 ആണ് നമ്മൾ ഏറ്റവും സ്മോളസ്റ്റ് 8 കിട്ടാൻ നമ്മൾ ഇതിലൂടെ ട്രാവൽ ചെയ്യേണ്ടത്? ജിയിലൂടെയാണ് ട്രാവൽ ചെയ്യേണ്ടത്. ഡിയിലൂടെ ട്രാവൽ ചെയ്ത് നമുക്ക് ഐയിലേക്ക് എത്താം. 8 ആണ് നമ്മൾ ട്രാവൽ ചെയ്യാനുള്ള ഡിസ്റ്റൻസ്. സോ ദാറ്റ് ഈസ് ഫോർ ഇ. സിമിലർലി വി ക്യാൻ ഡു ഫോർ എഫ് ഓൾസോ. എഫിൽ എങ്ങനെയാണ് ചെയ്യുക? എഫിന്റെ കേസ് എടുക്കുക. എഫിന്റെ കേസ് എടുക്കുമ്പോൾ എഫ് നമ്മൾ എങ്ങനെയാണ്? 2 ആരോസ് ഉണ്ട്. ഒന്ന് ജിയിലൂടെ ട്രാവൽ ചെയ്യുന്ന ആരോ ഉണ്ട്, പിന്നെ എച്ചിലൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ജിയിലൂടെ ട്രാവൽ എങ്ങനെയാ നോക്കാം? ജിയിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ 13 + 5 ആണ്. എച്ചിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് 9 + 7 ആണ്. 16 ഇവിടെ വരും, ഇവിടെ 18 വരും. അപ്പോൾ ഇതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ഏതാണ്? 16 ആണ്. അപ്പോൾ 16 ആണ് നമ്മൾ ട്രാവൽ ചെയ്യാനുള്ള ഡിസ്റ്റൻസ് ഷോർട്ടസ്റ്റ്. ആ ഡിസ്റ്റൻസ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇതിലൂടെയാണ് പോകേണ്ടത്, എച്ചിലൂടെ പോകുമ്പോഴാണ് ആ ഡിസ്റ്റൻസ് കിട്ടുക. സോ നമ്മൾ 16 ട്രാവൽ ചെയ്യുന്നു എച്ചിലൂടെ. നമ്മൾ ഡിയിലൂടെയും ഇയിലൂടെയും എഫിലൂടെയും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനുള്ളത് കിട്ടി. അപ്പൊ ഇനി അടുത്ത ബിയിൽ തുടങ്ങുമ്പോൾ പിന്നെ ഡിയിൽ എത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നമ്മൾ നോക്കൂല. നമ്മൾ 23 ആണ് എടുക്കുക. ഇനി ജിയിലൂടെയാണ് ട്രാവൽ ചെയ്യണം. അപ്പൊ ഫിക്സ്ഡ് ആയി കഴിഞ്ഞു. ഡിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ജിയിലൂടെയാണ് പോകേണ്ടത്, ഇയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ജിയിലൂടെയാണ് പോകേണ്ടത്, എഫിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എച്ചിലൂടെയാണ് പോകേണ്ടത്. ഓക്കെ, അത് ഫിക്സ്ഡ് ആയി. അപ്പൊ ഇനി അടുത്തത് ആ ഫിക്സ്ഡ് ആയി കഴിഞ്ഞാൽ ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവാം. ബി സി എടുക്കുക. ബിയിൽ നിന്ന് 2 ആരോസ് പോകുന്നു, ഒന്ന് ഡിയിലേക്ക് പോകുന്നുണ്ട്, ഒന്ന് ഇയിലേക്ക് പോകുന്നുണ്ട്. സോ ഒബ്വിയസ്ലി അവിടെ നമ്മൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അതേപോലെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ബിന്റെ കേസ് എടുക്കുമ്പോൾ ബിയിൽ നിന്ന് ഡിയിലൂടെ പോകുമ്പോൾ നമ്മൾ എത്ര ട്രാവൽ ചെയ്യും? 14 + 23 ഉണ്ടാവും ഡിയിലൂടെ പോകുന്നത്. ഈ 23 എവിടെ വരുന്നത്? ഈ 23 ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ അല്ലേ? കാരണം ആ ഫിക്സ്ഡ് ആണ്. ഡിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ജി കൂടെ തന്നെ പോകണം, ഫിക്സ്ഡ് ആണ്. അപ്പം 14 + 23. ഇയിലൂടെ പോവുകയാണെങ്കിൽ 21 + 8. അപ്പൊ 14 + 23 എടുക്കാൻ നമുക്ക് എത്ര കിട്ടും? 37 കിട്ടും. 21 + 28 എടുക്കുമ്പോൾ എന്ത് കിട്ടും? 29 കിട്ടും. വലിയ ഷോർട്ടസ്റ്റ് എന്താണ്? 29 ആണ്. അപ്പൊ 29 എടുക്കുന്നത്. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ എന്താ വരിക? 29 ആയിരിക്കും നമ്മൾ ട്രാവൽ ചെയ്യേണ്ടത്. ത്രൂ എവിടെയാണ്? ത്രൂ ഇ. അപ്പൊ ബിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ട്രാവൽ ചെയ്യണം? ഇയിലൂടെ ട്രാവൽ ചെയ്യണം. ഇയിലൂടെ ട്രാവൽ ചെയ്യുന്നു. ഇയിൽ നിന്ന് പിന്നെ എങ്ങോട്ടാ പോകേണ്ടത്? അവിടെ കാണും. അപ്പോൾ ഇവിടുന്ന് ഇന്ന് തുടങ്ങുക. അപ്പൊ ഇക്ക് പോവുക. ഇന്ന് പിന്നെ എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? ഇയിൽ നിന്ന് ജിയിലേക്കാണ് പോകേണ്ടത്. ജിയിൽ നിന്ന് അതിലേക്ക് എത്താം. അപ്പൊ ബിയിലാണ് നിങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ ബിയിൽ നിന്ന് നിങ്ങൾ എങ്ങനെ ട്രാവൽ ചെയ്യണം? ഇക്ക് പോകണം, ഇന്ന് ജിക്ക് പോകണം, ജിന്ന് ഐക്ക് പോകണം. അപ്പൊ ഫിക്സ്ഡ് ആണ്. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് 37 ആണ്. 37 ഇവിടെ ഷോർട്ടസ്റ്റ് ടൈം എന്നുള്ളത് 29 ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഇറ്റ് ഈസ് ത്രൂ ഇ. അപ്പൊ 29 ത്രൂ ഇ ആണ്. ഞാൻ മാറ്റം വരുത്തിയിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് മാറ്റം വരുത്തും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കട്ടോ. ഇനി അടുത്തത് സിയിൽ നിന്ന് എങ്ങനെ ട്രാവൽ ചെയ്യാം? സിയിൽ നിന്ന് ഇയിലൂടെ ഡിയിലൂടെയും പോകാം. 3 ആരോസ് ഉണ്ട്. ഇയിലൂടെയും പോകാം, ഡിയിലൂടെയും പോകാം, എഫിലൂടെയും പോകാം. അപ്പൊ 3-ൽ ഏറ്റവും ഷോർട്ടസ്റ്റ് നോക്കണം. അപ്പൊ സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ട്രാവൽ ചെയ്യാം? ഡിയിലൂടെ ട്രാവൽ ചെയ്യാം. ഡിയിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ സമയം എടുക്കും 15 + 23 ആണ് ഡിസ്റ്റൻസ്. അതേ സമയത്ത് ഇയിലൂടെ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് 11 + 8. ഇവിടെ 8 നമ്മൾ ഈ 23 നമ്മൾ ഫിക്സ്ഡ് ആണ്. ഈ 8 നമ്മൾ ഫിക്സ്ഡ് ആണ്. നമ്മൾ ഫിക്സ്ഡ് ആക്കി കഴിഞ്ഞു. ഇനി അതിൽ മാറ്റം വരുത്തില്ല. ഇനി അവിടുന്ന് പിന്നെ ചോദ്യം വരും, 11 + 3 + 5 ആണോ 11 + 6 + 7 ആണോ ചെറുത് എന്നുള്ള കാര്യം. കാരണം ഇവിടുന്ന് ഇങ്ങനെ അത് നോക്കരുത്. നമ്മൾ ഫിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റില്ല. സോ ആൻഡ് എഫിലൂടെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ 13 + 16 കിട്ടും. അപ്പോൾ ഇത് എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടെ 38 വരും, ഇവിടെ 19 വരും, ഇവിടെ 29 വരും. ആൻഡ് സ്മോളസ്റ്റ് ഈസ് 19. So 19 is the shortest distance traveled, and for that we have to travel through E. ഇയിലൂടെ ട്രാവൽ ചെയ്യണം. സോ ബിയിൽ നിന്നാണെങ്കിൽ നമ്മൾ ഇയിലൂടെ ട്രാവൽ ചെയ്യണം. സിയിൽ നിന്നാണെങ്കിൽ നമ്മൾ എയിലൂടെ ട്രാവൽ ചെയ്യണം? ഇയിലൂടെ ട്രാവൽ ചെയ്യണം.
നമ്മൾ n പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ. അപ്പൊ n പൊസിഷൻ എന്താണ്? നമുക്ക് എന്താണ് എയിൽ നിന്ന് ഐയിലേക്ക് എത്താനുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് യൂസിങ് ബാക്ക്വേർഡ് ഡൈനാമിക് പ്രോഗ്രാമിംഗ്. നമ്മൾ ബിയിൽ നിന്നാണെങ്കിൽ ബിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇയിലേക്കാണ് പോകേണ്ടതെന്ന് ഇവിടുന്ന് കിട്ടി. ഇയിൽ നിന്നാണെങ്കിൽ പിന്നെ നമ്മൾ ഇയിൽ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടത്? ജിയിലൂടെയാണ് പോകേണ്ടത്. ജിയിൽ എത്തിക്കഴിഞ്ഞാലോ ബിയിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഇയിലേക്ക് പോകണം. ഇയിൽ എത്തിക്കഴിഞ്ഞാൽ ജിയിലേക്ക് പോകണം. ജിയിൽ എത്തിക്കഴിഞ്ഞാൽ ഐയിലേക്ക് പോകണം. അതാണ് ഈ ആരോന്റെ സിംബലൈസേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഈ ആരോ ഇടുമ്പോൾ എന്ന് കൊടുക്കണം. അപ്പം എങ്ങോട്ടാണ് പോകുന്നത് കാണിക്കുകയാണ്. ബിയിൽ നിന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത്, ആ ആരോ ടുവേർഡ്സ് എങ്ങോട്ടാണോ അങ്ങോട്ടേക്കാണ് പോകുന്നത്. സോ ഇനി ലാസ്റ്റ് പോയിന്റ് എയിൽ നിന്ന് 2 ആരോസ് ഉണ്ട്. ഒന്ന് ഒന്ന് ബിയിലേക്കും ഉണ്ട്, ഒന്ന് സിയിലേക്കും ഉണ്ട്. അപ്പൊ എയിൽ നിന്ന് ബിയിലൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നതെങ്കിൽ നമുക്ക് 4+29 ആണ് എടുക്കുക. അതേസമയം എയിൽ നിന്ന് സിയിലൂടെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 11+19. ഈ 29 എവിടെ നിന്ന് കിട്ടുന്നത്? ഇതാണ് നമ്മളെ 29. ഈ 19 എവിടെ നിന്ന് കിട്ടുന്നത്? ഇതാണ് നമ്മളെ 19. സോ 4+29 is equal to 33. 19+11 is equal to 30. So ഏറ്റവും സ്മോളസ്റ്റ് ഈസ് 30. സോ 30 ആണ് നമ്മളെ സ്മോളസ്റ്റ്. അത് എവിടെ നിന്നാണ് കിട്ടിയത്? സിയിൽ നിന്നാണ് കിട്ടിയത്. അപ്പൊ ആരോ മാർക്ക് ടു സി. അപ്പൊ 30 ആണ് എയിൽ നിന്നും ഐയിലേക്ക് ബാക്ക്വേർഡ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഉപയോഗിച്ചിങ്ങാട്ട് നമുക്ക് കംപ്ലീറ്റ് ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് ടു ട്രാവൽ ത്രൂ സി. എങ്ങനെയാണ് ട്രാവൽ ചെയ്യേണ്ടത്? ആ ട്രാവലിംഗ് എങ്ങനെയാണ് ഇവിടെ നോക്കിയാൽ മതി. സിയിൽ എയിൽ നിന്ന് സിയിലേക്ക് പോകുന്നു. അപ്പൊ സിയിലേക്ക് പോയി. സിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സിയിൽ നിന്ന് ഇയിലേക്ക് പോകുന്നു. അപ്പൊ ഇയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇയിൽ നിന്ന് എങ്ങോട്ട് നോക്കണ്ടേ? ജിയിലേക്ക് പോകുന്നു. അപ്പൊ ജിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ജിയിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? ഐയിലേക്ക് പോകുന്നു. അപ്പൊ നമ്മൾ ട്രാവൽ ചെയ്യുന്ന എങ്ങനെയാണ്? എ ടു സി, സി ടു ഇ ടു ജി, ജി ടു ഐ. ഇങ്ങനെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഏറ്റവും സ്മോളസ്റ്റ് ഡിസ്റ്റൻസ്. ആ ട്രാവൽ ചെയ്യാനുള്ള ടൈം എടുക്കുന്നത് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ 30. ഡിസ്റ്റൻസ് പോലെ ടൈം അറിയാം, ഇഷ്ടം പോലെ പറയാം. നമ്മൾ ഞാൻ അത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയിന് പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഉദ്ദേശിച്ച എന്താ കാര്യം, ഈ നമ്പേഴ്സ് മിനിമം ആയിട്ട് എടുക്കണം. പിന്നെ ഒരു സ്ഥലത്ത് ഫിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ മാറില്ല. അതായത് നമ്മൾ ഡിയിൽ നിന്ന് ട്രാവൽ ചെയ്യുന്നത് 23 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ മാറ്റമില്ല. പിന്നെ നമ്മൾ ബിയിൽ നിന്ന് ട്രാവൽ ചെയ്യുമ്പോൾ സാറേ ഇപ്പുറത്തൂടെ വന്നാൽ കുറച്ചും കൂടി ഇതാവില്ല എന്ന് ചോദിക്കും. നമ്മൾ അവിടെ ഫിക്സ്ഡ് വെച്ചതാണ്, നമ്മൾ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ബാക്കും തുടങ്ങുന്നു, നമ്മൾ ഓരോന്നും ഫിക്സ് ആക്കി സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തുന്നു. അപ്പൊ അതാണ് ബാക്ക്വേർഡ്. ബാക്കിൽ നിന്ന് തുടങ്ങി ഫ്രണ്ടിലേക്ക് വരിക. ഇനി ഫോർവേഡിൽ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ എയിൽ തുടങ്ങി ഐയിലേക്ക് പോകും. എയിൽ തുടങ്ങും, എന്നിട്ട് നമ്മൾ ബിയിലും സിയിലും പറയും, എന്നിട്ട് അത് ഫിക്സ് ആക്കിയിരിക്കും. പിന്നെ DEFനെ കുറിച്ച് പറയും, അവിടെ ഫിക്സ് ആക്കും. അപ്പൊ ബാക്കിൽ ഇനി വേറെ ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ അടുത്ത ഫോർവേഡ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഈ കാര്യമാണ് ഇവിടെ സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 എന്ന് പറഞ്ഞത്. സ്റ്റേജ് 1 പറഞ്ഞാൽ ഈ GH ട്രാവൽ ചെയ്യുന്നതാണ് സ്റ്റേജ് 1. സ്റ്റേജ് 2 ആകുമ്പോൾ DEFലൂടെ ട്രാവൽ ചെയ്യണം. സ്റ്റേജ് 3 ആണ് BCയിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ. സ്റ്റേജ് 4 ആണ് എയിൽ നിന്ന് ട്രാവൽ ചെയ്യുമ്പോൾ. അപ്പൊ ആ കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. ഞാൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ 8th കാണിക്കുകയാണ് അത് ചെയ്തിരിക്കുന്നത്. സോ സ്റ്റേജ് 1 GHനെ കുറിച്ച് പറയുന്നു. പിന്നെ സ്റ്റേജ് 2 എത്തുമ്പോൾ നമ്മൾ DEFല് അതിന് ഷോർട്ടസ്റ്റ് ഏതാണെന്ന് നോക്കുന്നു. സ്റ്റേജ് 3 നമ്മൾ ബിന്നും സിയിലും ഏതാണ് ഷോർട്ടസ്റ്റ് എന്ന കാര്യം നോക്കുന്നു. അപ്പൊ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആണ് ഇവിടെ ഉള്ളത്. ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ 14 അല്ല 9 ആണ് വരിക. സോ ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ 9 വരും, 9+7 ഇവിടെ 16 വരും. പിന്നെ ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു 14+23 30. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിലൂടെ ട്രാവൽ ചെയ്യുന്നില്ല. നമ്മൾ ട്രാവൽ ചെയ്യുന്ന അതിലൂടെയാണ്, നമ്മൾ ഡിന്ന് സിയിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. സോ ആ കാര്യം ജസ്റ്റ് ഒന്ന് നോക്കുക. ദാറ്റ് ഈസ് ഹൗ യു കാൽക്കുലേറ്റ് എവരിതിങ്. ഇനി അടുത്തത് ഫോർവേഡ് ഡൈനാമിക് പ്രോഗ്രാമിംഗ്. ബാക്ക്വേർഡ് പറഞ്ഞു, ഇനി അടുത്തത് ഫോർവേഡ് പറയാം. ഫോർവേഡ് ഇതേ നമ്മൾ നേരത്തെ കൊടുത്ത അതേ നെറ്റ്വർക്ക് തന്നെ നമ്മൾ താഴത്തേക്ക് എഴുതി. ആ നെറ്റ്വർക്കിൽ തന്നെ നമുക്ക് കാണിക്കാം എങ്ങനെയാണ് ഫോർവേഡ് ബാക്ക്വേർഡ് ചെയ്താൽ ചെയ്താൽ നമ്മൾ കിട്ടുന്ന വാല്യൂസ് സെയിം ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെയിം നെറ്റ്വർക്ക് തന്നെ എടുക്കുക. എന്നിട്ട് അത് നമ്മൾ
ചെയ്ത് നോക്കുന്നതാണ്. സോ ഇവിടെ നമ്മൾ തുടങ്ങുമ്പോൾ എവിടെ നിന്നാണ് തുടങ്ങുക? എയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. നേരത്തെ നമ്മൾ തുടങ്ങിയിരുന്നത് ഐയിൽ നിന്നായിരുന്നു. ഇവിടെ നമ്മൾ എയിൽ നിന്ന് തുടങ്ങുന്നു. എയിൽ നിന്ന് ബിയിലേക്ക് സിയിലേക്ക്. ആദ്യം നമ്മൾ 2 പൊസിഷൻ നമ്മൾ എടുക്കും. മറ്റേ പിന്നെയാണ് നമ്മൾ ഫിക്സ് ചെയ്യണം, ഇന്ന പാത്ത് ഫിക്സ് ചെയ്യും. നമ്മൾ എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നത് എത്രയാണ്? 4 ആണ്. 4 ഇവിടെ നമ്മൾ എഴുതി 4 ആണ്. എവിടെ നിന്നാണ് വരുന്നത് കാണിക്കാനാണ് എ. നേരത്തെ നമ്മൾ എഴുതിയപ്പോൾ എന്താ എഴുതിയിരുന്നത്? നേരത്തെ നമ്മൾ ജിയിൽ നിന്ന് ഐയിലേക്കാണ് പോകുന്നത്. ഇവിടെ ജി എന്നാണ് എഴുതിയിരുന്നെങ്കിൽ ടു ഐ ഇങ്ങനെ ആയിട്ട് കൊടുത്തിരുന്നത്. ജിന്റെ കേസിലാകുമ്പോൾ, ഈ ബിന്റെ കേസിലാണെങ്കിൽ തന്നെ ബിന്റെ മുകളിൽ നമ്മൾ കാണിച്ചിരുന്നത് എവിടുന്നാ വരുന്നതാണ് കാണിച്ചത്. അപ്പോൾ ബിന്റെ മുകളിൽ നമ്മൾ നേരത്തെ കൊടുത്തിരുന്നത് ഫ്രം ഡി ആണെങ്കിൽ ഡി എന്ന് ടു ഡി ആണ് നമ്മൾ കൊടുത്തത്. അതായത് എത്രയാണ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന കൊടുത്തു. ടു വെയർ? ടു ഡി എന്ന പൊസിഷനിലേക്കാണ് ട്രാവൽ ചെയ്യുന്നത് കൊടുത്തിരുന്നത്. ഇവിടെ നമ്മൾ എവിടുന്നാ വരുന്നതാണ് കൊടുക്കുന്നത്. അപ്പോൾ എ എന്ന പൊസിഷൻ എന്നാണ് നമ്മൾ വരുന്നത്. അപ്പം നമ്മളിവിടെ ബിയിൽ നിന്ന് ട്രാവൽ ചെയ്യുന്നത്. അപ്പം ഇവിടുന്ന് എ നമ്മൾ ഫോർവേഡിൽ നമ്മൾ ബാക്കിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ ആരോ എവിടുന്ന വരിക? എ എവിടെ നിന്നാണ് വരുന്നത് എന്ന് കാണിക്കണം. അപ്പം ബിന്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ ബി നമ്മൾ ട്രാവൽ ചെയ്യുന്നത് എവിടെ നിന്നാന്നുള്ള കാര്യം. അപ്പൊ എ ടു ആരോ എന്നിട്ടുള്ള സർക്കിൾ ഉണ്ട്. അപ്പം ആരോന്റെ പൊസിഷനിങ് എന്ന കാര്യം വലിയ ഇഷ്യൂ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എവിടുന്നാണ് വരുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യുക. പക്ഷെ ഇവിടെ നമ്മൾ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങുന്നത് എയിൽ നിന്നാണ് തുടങ്ങുന്നത്. നേരത്തെ ഐയിൽ നിന്നാണ് തുടങ്ങിയത്. എയിൽ നിന്ന് തുടങ്ങി ഫ്രണ്ടിലോട്ട് പോകുന്നത്. അപ്പം ഫോർവേഡ് മൂവിങ് ആണ്. അപ്പം ഫസ്റ്റ് കേസ് തന്നെ എടുക്കുക, ബി എടുക്കുക. ബിന്റെ കേസ് എടുക്കുമ്പോൾ ബി എന്താണ്? എയിൽ നിന്ന് മാത്രമേ ബിയിലേക്ക് ആരോ വരുന്നുള്ളൂ. എയിൽ നിന്ന് മാത്രമേ ബിയിലേക്ക് വരുന്നുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ അതിനെടുക്കാനുള്ളത് 4 ആണ്. പിന്നെ നെക്സ്റ്റ് കേസ് സിന്റെ കേസ് എടുക്കുക. സിയിലേക്കും ഒറ്റ ആരോ ഉള്ളൂ. എയിൽ നിന്നാണ് വരുന്നത് 11. സോ നമ്മൾ എങ്ങനെ കൊടുക്കും? മുകളിൽ 4 കൊടുക്കുന്നു, എയിൽ നിന്ന് വരുന്ന കൊടുക്കുന്നു. ഇവിടെ സിയിലേക്ക് 11 കൊടുക്കും. നേരത്തെ നമ്മൾ ഐന്ന് തുടങ്ങിയത് ജിന്ന് എച്ച് എന്നുള്ള വാല്യൂ നമ്മൾ 5 7 എന്ന് കൊടുക്കുക. അതേപോലെ തന്നെ ഇവിടെയും ചെയ്യുന്നു. പക്ഷെ ഇവിടെ നമ്മൾ എ എന്ന ഫ്രണ്ട് ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത്. അതാണ് വ്യത്യാസം. ഇനി അടുത്ത പൊസിഷനിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആ ഒപ്റ്റിമൽ ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുന്നത്. സോ ഡി എന്ന പൊസിഷനിലേക്ക് എത്താനുള്ള വഴികൾ എന്താ നോക്കുക. ഡി എന്ന പൊസിഷനിലേക്ക് നമുക്ക് എങ്ങനെ എത്താം? ബിയിലൂടെയും വരാം, സിയിലൂടെയും വരാം. ബിയിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ എത്ര എടുക്കും? ഈ 4 + 14 4 + 14 വരും. വിൽ ബി ഈക്വൽ ടു 18. അതേ സമയത്ത് സിയിലൂടെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ 11 + 15. സിയിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ 11 അല്ല, 11 തന്നെയാണ്. 11 + 15. സിയിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ 11 + 15 അതാണ് 26. അപ്പൊ ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് ഏതാണെന്നുള്ളത് എടുക്കുക. അപ്പോൾ സ്മോളസ്റ്റ് 18. സോ 18 ആണ് സ്മോളസ്റ്റ്. ഈ 18 എവിടെ നിന്നാണ് കിട്ടുന്നത്? ബി നിന്ന് ട്രാവൽ ചെയ്യുമ്പോൾ. 18 ഫ്രം ബി എന്ന് എഴുതുന്നു. സിമിലർലി നമ്മൾ ഇന്റെ കേസ് എടുക്കുക. ഇയിലേക്ക് ട്രാവൽ ചെയ്യാൻ ബിയിൽ നിന്നും ആരോ വരുന്നുണ്ട്, സിയിൽ നിന്നും ആരോ വരുന്നുണ്ട്. അപ്പൊ ബിയിൽ നിന്ന് വരുന്ന ആരോ എന്താണ്? 4 + 21. 4 + 21 വരും ബിയിൽ നിന്ന് വരുമ്പോൾ. സിയിൽ നിന്ന് വരുമ്പോൾ 11 + 11. സിയിൽ നിന്ന് ട്രാവൽ ചെയ്യുമ്പോൾ 11 + 11. This will be equal to 25. This will be equal to 22. അതിൽ smallest 22. എവിടെ നിന്നാണ് വരുന്നത്? സിയിൽ നിന്നാണ് വരുന്നത്. സോ 22 from C we are coming. Similarly for Fന്റെ കേസ് എടുക്കുക. F നിന്ന് 2 ആരോ, ഒറ്റ ആരോ ഉള്ളൂ എഫിലേക്ക്. സിയിൽ നിന്ന് മാത്രമേ ആരോ വരുന്നുള്ളൂ എഫിലേക്ക്. സോ സിയിൽ നിന്ന് മാത്രമേ വരുന്നുള്ളൂ. ഇറ്റ് വിൽ ബി 13. 11 + 13. 11 + 13 will be equal to 24. So 24 from C. നമ്മളിവിടെ ഡിയിലേക്കും ഇയിലേക്കും എഫിലേക്കും ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയാന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ അവിടെ നിന്ന് ജിയിലേക്ക് ഏറ്റവും ഷോർട്ടസ്റ്റ് എങ്ങനെയാന്ന് നോക്കുക. അപ്പോൾ ജിയിലേക്ക് ട്രാവൽ ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഡിയിൽ നിന്നൊരു ആരോ ഉണ്ട്. പിന്നെ എവിടെ നിന്നുള്ളത്? ഇയിൽ നിന്നുണ്ട്, എഫ് നിന്നുണ്ട്. 3 ആരോസും ഉണ്ട്. അപ്പം അത് ഏറ്റവും ഷോർട്ടസ്റ്റ് ഏതാണ് നോക്കുക. അപ്പൊ ഡിയിൽ നിന്ന് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഡിയിൽ 18 + 18.
18 പ്ലസ് 18 വരും. ഇനി ഡിയിൽ നിന്ന് ഇയിൽ നിന്നാണെങ്കിൽ 22 പ്ലസ് 3 വരും. സിയിലൂടെ ആണെങ്കിൽ 22 പ്ലസ് 3 വരും. ഇനി എഫിലൂടെ ആണെങ്കിൽ 24 പ്ലസ് 13 വരും. എഫിലൂടെ ആണെങ്കിൽ ഇയിലൂടെ ആണെങ്കിൽ 22 പ്ലസ് 3 വരും. എഫിലൂടെ ആണെങ്കിൽ 24 പ്ലസ് 13 വരും. ഇറ്റ് വിൽ ബി ഈക്വൽ ടു, so 18 plus 18 36 കിട്ടും. 22 plus 3 is equal to 25 കിട്ടും. 24 plus 13 24 plus 30 37 കിട്ടും. അപ്പോൾ ഇതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് എന്താണ്? 25 ആണ് ഷോർട്ടസ്റ്റ്. 25 ആണ്. അത് എവിടെ നിന്നാണ്? എയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എയിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ജിയിലേക്ക് എത്താണെങ്കിൽ എയിൽ നിന്ന് എങ്ങോട്ടേക്ക് പോവുക? ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. ജിയിൽ നോക്കിയത്. ജിയിൽ നിന്ന് ബാക്കോട്ടേക്ക് പോകുമ്പോൾ എങ്ങനെ നോക്കിയത്? ജിയിൽ നിന്ന് ഇയിലേക്ക് പോവുക, ഇക്ക് വരിക. ഇയിൽ നിന്ന് സിയിലേക്ക് പോവുക, സിക്ക് വരിക. സിയിൽ നിന്ന് എയിലേക്ക് പോകും. അപ്പോൾ ബാക്കോട്ടാണ് ഇവിടുന്ന് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ബാക്കോട്ടേക്കാണ് ട്രാവൽ ചെയ്യുന്നത്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫോർവേഡ് ആണ് കാൽക്കുലേഷൻ നടക്കുന്നത്. സോ ക്ലിയർ. നമ്മൾ ജിയുടെ കേസ് കഴിഞ്ഞു. ഇനി അടുത്ത് എച്ചിന്റെ കേസ് നോക്കുക. എച്ചിലേക്ക് ട്രാവൽ ചെയ്യൽ എങ്ങനെ എന്നുള്ളതാണ്. എച്ചിലേക്ക് ഡിയിൽ നിന്നും ഇയിൽ നിന്നും എഫിൽ നിന്നും ആരോസ് വരുന്നുണ്ട്. അപ്പോൾ ഡിയിൽ നിന്ന് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ, ഡിയിൽ നിന്ന് വരികയാണെങ്കിൽ 18 പ്ലസ് 17. ഇയിൽ നിന്ന് വരികയാണെങ്കിൽ 22 പ്ലസ് 6. എഫിൽ നിന്ന് വരികയാണെങ്കിൽ 24 പ്ലസ് 9. അപ്പം കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിന് സ്മോളസ്റ്റ് ഏതാണെന്ന് നോക്കുക. സോ ഡിയിൽ നിന്ന് ട്രാവൽ ചെയ്യുമ്പോൾ 35 എടുക്കുന്നു. ഇയിൽ നിന്ന് ട്രാവൽ ചെയ്യുമ്പോൾ 28 എടുക്കുന്നു. എഫിൽ നിന്ന് ട്രാവൽ ചെയ്യുമ്പോൾ 33 എടുക്കും. അപ്പോൾ ഇതിൽ ഷോർട്ടസ്റ്റ് 28 ആണ്. അത് ട്രാവൽ ചെയ്യുന്ന ഇയിലൂടെയാണ്. സോ ഇവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇതല്ല, ഇറ്റ് വിൽ ബി 28 ട്രാവലിംഗ് ത്രൂ ഇ. ഇതാണ് വരേണ്ടത്. സോ ദിസ് ഈസ് 28 ട്രാവലിംഗ് ത്രൂ ഇ. ഇനി അടുത്ത് നമ്മൾ എൻഡിലെത്തി. ഇനി ജിയിലേക്ക് എത്താൻ എങ്ങനെ നോക്കുക. സോ ജിയിലേക്ക് എത്താൻ നമുക്ക് എങ്ങനെയാണ്? സോറി, ജിയിലേക്കല്ല, ഐയിലേക്ക്. ഐയിലേക്ക് എത്താൻ എങ്ങനെ നോക്കുക. അപ്പോൾ ഐയിലേക്ക് എത്താൻ നമുക്ക് ജിയിലൂടെയും ട്രാവൽ ചെയ്യാം, എച്ചിലൂടെയും ട്രാവൽ ചെയ്യാം. സോ ഐയിലേക്ക് നമ്മൾ ജിയിലൂടെ ട്രാവൽ ചെയ്തെടുക്കുന്നത് 25 പ്ലസ് 5. എച്ചിലൂടെ ട്രാവൽ ചെയ്യാൻ എടുക്കുന്നത് 28 പ്ലസ് 7. It will be equal to 30. This will be equal to 35. So the latest smallest 30 ആണ്. So 30 is the smallest traveling through G. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തപ്പം ഇതേ നെറ്റ്വർക്കിൽ നമ്മൾ ബാക്ക്വേർഡ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്തു. അപ്പോഴും 30 ആണ് കിട്ടിയത്. ഇപ്പോൾ ഫോർവേഡ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്തു. അപ്പോൾ നമുക്ക് 30 ആണ് കിട്ടിയത്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നമുക്ക് ഒന്നെങ്കിൽ ബാക്ക്വേർഡ് മെത്തേഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫോർവേഡ് മെത്തേഡ് ഉപയോഗിക്കാം. ക്വസ്റ്റ്യൻ തരുമ്പോൾ എന്ത് തരും? ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് നമുക്ക് തരും. അല്ലെങ്കിൽ നമുക്ക് നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ നേരത്തെ നമ്മൾ പഠിച്ചല്ലോ, അങ്ങനെ ചിലപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി പറയും. എന്നിട്ട് ബാക്ക്വേർഡ് ഡൈനാമിക് പ്രോഗ്രാമിംഗ്, ഫോർവേഡ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അതിന്റെ മിനിമം ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ, മിനിമം ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് 30 ആണ് കിട്ടി ജിയിലായിട്ട്. ഇത് നോക്കിയാൽ മതി. ഈ എന്താണ് ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കേണ്ടത് വെച്ചാൽ ഐയും തുടങ്ങിയാൽ മതി. ഐയിൽ എത്രയാണ്? 30 ആണ്. എയിൽ നിന്നും ഐയിലേക്ക് എത്താനുള്ളത് 30 ആണ്. ആ ഐയിലേക്ക് എത്താൻ എന്താ ചെയ്യേണ്ടത്? ഐയിലെത്തേണ്ടത് ജിയിലൂടെ വരണം. സോ ഐയിലേക്ക് എത്തൽ എവിടെ നിന്നാണ്? ജിയിൽ നിന്നാണ് ഐയിലേക്ക് എത്തൽ. അപ്പൊ ജിയിലേക്ക് പോവാ. ജിയിലേക്ക് എത്തൽ എവിടെ നിന്നാണ്? ഇയിൽ നിന്നാണ് ജിയിലേക്ക് എത്തൽ. അപ്പൊ ഇ കൊടുക്കുക. ഇയിലേക്കാണ് ജിയിലെത്തൽ. അപ്പൊ ഇയിലേക്ക് പോവുക. ഇ എവിടുന്നാ വരുന്നത്? സിയിലൂടെയാണ് നമ്മൾ ഇയിലേക്ക് എത്തൽ. അപ്പൊ സി കൊടുക്കുക. അപ്പൊ സിയിലേക്ക് പോകുമ്പോൾ എയിൽ നിന്നാണ് വരുന്നത്. സോ ഇങ്ങനെ ട്രാവൽ ചെയ്താലാണ് നമ്മൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എത്തുക. സോ ഇതാണ് ഫോർവേഡ് മെത്തേഡ്. ബാക്ക്വേർഡ് മെത്തേഡ് ഫസ്റ്റ് പറഞ്ഞു, ഫോർവേഡ് മെത്തേഡ് രണ്ടും സെയിം ക്വസ്റ്റ്യനിലാണ് ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി രണ്ട് രീതിയിൽ ചെയ്താലും സെയിം വാല്യൂ നമുക്ക് കിട്ടുകയും ചെയ്യും. രണ്ട് മെത്തേഡും നിങ്ങൾക്ക് ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാനും കഴിയും. അപ്പം ഈ പ്രോഗ്രാമിന്റെ ഇത് നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്താണ് ഇതിൽ കാണിക്കുന്നത്. ഓരോ സ്റ്റെപ്പ് അതേപോലെ നോക്കുക. ഇവിടെ ചിലയിടങ്ങളിൽ ചെറിയ ഒരു കാൽക്കുലേഷൻ ചെറിയ മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ നേരത്തെ അതിൽ സ്റ്റെപ്പ് ചെയ്ത കുഴപ്പമൊന്നുമില്ല. ഇതെന്താ വെച്ചാൽ ഇവിടെ 10 ആണ് വരിക, 16 അല്ല. 10 പ്ലസ് 11
ഈക്വൽ ടു 24 വരും. ഇവിടെ 24 ആണ്. 24 പ്ലസ് 13 37 വരും. ലാസ്റ്റ് ഇവിടെ 24 പ്ലസ് ആണ്. 24 പ്ലസ് 9 മൈനസ് ആണ് അതിൽ ടെക്സ്റ്റിലുള്ളത്. പിന്നെ ഇവിടെ ലാസ്റ്റിൽ 28 പ്ലസ് 7 ഈക്വൽ ടു 55. സോ ഇതാണ് ബാക്ക്വേർഡ് ഡൈനാമിക് പ്രോഗ്രാമിങ്ങും ഫോർവേഡ് ഡൈനാമിക് പ്രോഗ്രാമിംഗ്. ഇനി ഇതിൽ പ്രീവിയസ് ഇയർ ചോദിച്ചൊരു ചോദ്യം ആണ് വാട്ട് ഈസ് ബെൽമാൻസ് ഒപ്റ്റിമൽ പ്രിൻസിപ്പിൾ. 1 വെയിറ്റേജിനാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ബെൽമാൻസ് ഒപ്റ്റിമൽ പ്രിൻസിപ്പിൾ എന്താ പറഞ്ഞ വെച്ചാൽ an optimal policy or set of decision has the property that whatever the initial state and initial decision are, the remaining decision must constitute an optimal policy with regard to the state resulting from the preceding decision. അപ്പോൾ ബെൽമാൻസ് ഒപ്റ്റിമൽ പ്രിൻസിപ്പിൾ എന്താണ്? ഒരു ഒപ്റ്റിമൽ പ്രിൻസിപ്പിൾ ആണ്. ഇറ്റ് ഈസ് an optimal principle. അപ്പോൾ ഇതിലാണ് an optimal principle അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഡിസിഷൻസ്. ആ ഡിസിഷൻ നമ്മൾ എങ്ങനെ എടുക്കുന്നത്? ആസ് ദ പ്രോപ്പർട്ടി ദാറ്റ് വാട്ട് എവർ ദി ഇനീഷ്യൽ സ്റ്റേറ്റ് ആൻഡ് ഇനീഷ്യൽ ഡിസിഷൻ ആർ. നമ്മൾ ആദ്യം ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ് എടുക്കുന്നു, ഇനീഷ്യൽ ഡിസിഷൻ. അതായത് നമ്മൾ ആദ്യം തന്നെ ഒരു ഇനീഷ്യൽ ആയിട്ട് നമ്മളങ്ങനെ ബാക്ക്വേർഡ് തുടങ്ങുകയാണെങ്കിൽ ആ ഒരു ഫിക്സഡ് ആക്കി എടുക്കുന്നു. പിന്നെ അങ്ങോട്ട് അതിന് പിന്നെ അടുത്ത സ്റ്റെപ്പിൽ അടുത്ത സ്റ്റേറ്റ് വേരിയബിൾ നമ്മൾ പോകുന്നു, അവിടെ നമ്മൾ ഫിക്സഡ് ആക്കി വെക്കുന്നു. പിന്നെ അടുത്ത സ്റ്റേറ്റ് വേരിയബിൾ അത് ഫിക്സഡ് ആക്കി വെക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അത് നമ്മൾ മാറ്റം വരുത്തുന്നില്ല. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഇനീഷ്യൽ ഡിസിഷൻസ് ആർ റിമൈനിങ് ദ ഡിസിഷൻ മസ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഒപ്റ്റിമൽ പോളിസി വിത്ത് റിഗാർഡ് ടു ദ സ്റ്റേറ്റ് റിസൾട്ടിങ് ഫ്രം ദ പ്രിസീഡിംഗ് ഡിസിഷൻ. പ്രിസീഡിംഗ് ഡിസിഷൻസ് എന്താണോ അത് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ ബാക്കിയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രിസീഡിംഗ് ഡിസിഷൻ നമ്മൾ ഫിക്സ് ആക്കി വെക്കും ചെയ്യുന്നു. സോ ബെൽമാൻസ് ഒപ്റ്റിമൽ പോളിസീസ് ആൻഡ് ഒപ്റ്റിമൽ പോളിസി ഓർ സെറ്റ് ഓഫ് ഡിസിഷൻസ് ഹാസ് ദ പ്രോപ്പർട്ടി ദാറ്റ് വാട്ട് എവർ ദ ഇനീഷ്യൽ സ്റ്റേറ്റ് ആൻഡ് ഇനീഷ്യൽ ഡിസിഷൻസ് ആർ ദ റിമൈനിങ് ഡിസിഷൻ മസ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റ് ഇനീഷ്യൽ ഡിസിഷൻസ് ആർ എന്തെങ്കിലാണ് ഇനി വരാൻ പോകുന്ന ഡിസിഷൻസ് മസ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഒപ്റ്റിമൽ പോളിസി വിത്ത് റിഗാർഡ് ടു ദ സ്റ്റേറ്റ് റിസൾട്ടിംഗ് ഫ്രം ദ പ്രിസീഡിംഗ് ഡിസിഷൻ. അതായത് ഇനീഷ്യൽ സ്റ്റേറ്റും ഇനീഷ്യൽ ഡിസിഷൻ അങ്ങനെ തന്നെ വെക്കുക. പിന്നെ അടുത്ത് വരാൻ പോകുന്ന റിമൈൻ ഡിസിഷൻ എങ്ങനെയാണ് ഈ ഒപ്റ്റിമൽ പോളിസിക്ക് വരാനുള്ള അടുത്ത ഡിസിഷൻ നമ്മൾ എടുക്കുമ്പോൾ അത് എന്തിന്റെ റിസൾട്ട് ആയിരിക്കണം? പ്രിസീഡിംഗ് ഡിസിഷന്റെ റിസൾട്ടിലാണ് എടുക്കുന്നത്. മീൻസ് പ്രിസീഡിംഗ് ഡിസിഷൻ നമ്മൾ ഫിക്സഡ് ആക്കി വെക്കാൻ. ഞാൻ മനസ്സിലായല്ലോ. ഇപ്പൊ നമ്മൾ ഐയും തുടങ്ങി GH പറഞ്ഞു, GH ഐയിലേക്ക് പോകുന്ന ഡിസ്റ്റൻസ് പറഞ്ഞു. പിന്നെ DEF എന്ന് പറയുമ്പോൾ ജിയിലൂടെയാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എങ്കിൽ പിന്നെ നമ്മൾ സിന്റെ ട്രാവൽ ചെയ്യുമ്പോൾ ജിയിലൂടെ ട്രാവൽ ചെയ്യും. പിന്നെ ജി എന്താ സംഭവിക്കുന്ന കാര്യം നമ്മൾ ഫിക്സഡ് ആക്കി കഴിഞ്ഞു. നമ്മൾ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നില്ല. ബാക്ക്വേർഡ് ആണെങ്കിൽ ഫോർവേഡ് ആണെങ്കിൽ എയിൽ നിന്ന് സിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നു, സിയിൽ നിന്ന് ഒപ്റ്റിമൽ എന്ന് പറയുന്നത് ഇയിലൂടെ ആണെങ്കിൽ പിന്നെ നമ്മൾ സിയിലൂടെ ഇയിലൂടെ ജിയിലൂടെ എത്തുമ്പോൾ ജി കൂടെ വേറെ രീതിയിൽ എത്താം എന്നുള്ളത് നമ്മൾ നോക്കൂല. സിയിലൂടെ എത്തണമെങ്കിൽ അറ്റ് ദി എൻഡ് ജിയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ACE എന്നുള്ള സാധനത്തിലൂടെ തന്നെ ട്രാവൽ ചെയ്യണം. വ്യത്യാസം വരുത്തരുത്. സോ അത് ഫിക്സഡ് ആയിരിക്കണം. അതാണ് ഇനീഷ്യൽ ഡിസിഷൻ ഇനീഷ്യൽ സ്റ്റേറ്റ് ഫിക്സഡ് ആയിരിക്കും. അതിനുശേഷം റിമൈനിങ് ഡിസിഷൻ മസ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഒപ്റ്റിമൽ പോളിസി വിത്ത് റിഗാർഡ് ടു ദ സ്റ്റേറ്റ് റിസൾട്ടിംഗ് ഫ്രം ദ പ്രിസീഡിംഗ് ഡിസിഷൻ. ഇത് മെയിൻ ആയിട്ട് പറയാം. അത് കഴിഞ്ഞിട്ട് പറയേണ്ടത് ദസ് ബെൽമാൻസ് ഒപ്റ്റിമൽ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ദ പ്രോബ്ലം ഓഫ് ഡിസിഷൻ മേക്കിംഗ് മസ്റ്റ് ബി സ്പ്ലിറ്റ് ഇൻ ടു സ്റ്റേജസ് and the optimal decision should be taken sequentially. അതാണ് ബെൽമാൻ ഒപ്റ്റിമൽ പ്രിൻസിപ്പിൾ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ആ പ്രോബ്ലത്തിനെ കുറെ സ്റ്റേജസ് ആയിട്ട് കട്ട് ചെയ്തു ഇല്ലേ? നമ്മൾ ഐ എടുത്തു, പിന്നെ GH എടുത്തു, പിന്നെ നമ്മൾ DEF എടുത്തു, പിന്നെ നമ്മൾ BC പറഞ്ഞു, പിന്നെ എയിലേക്ക് എത്തി. ബാക്ക്വേർഡ് ആണ്. ഫോർവേഡ് ആണെങ്കിൽ എയിൽ നിന്ന് തുടങ്ങി ബിയിൽ സിയിലെ കുറിച്ച് പറഞ്ഞു, പിന്നെ DEFനെ കുറിച്ച് പറഞ്ഞു, പിന്നെ GHനെ കുറിച്ച് പറഞ്ഞു, എന്നിട്ട് ഐയിലേക്ക് എത്തി. അപ്പൊ നമ്മള് വി ആർ സ്പ്ലിറ്റിംഗ് ദ സ്റ്റേജസ് ആൻഡ് ഒപ്റ്റിമൽ ഡിസിഷൻ ഷുഡ് ബി ടേക്കൺ സീക്വൻഷ്യലി. നമ്മൾ എന്താണ് ചെയ്യുന്നത്? ബെൽമാൻസ് ഒപ്റ്റിമൽ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ദ പ്രോബ്ലം ഓഫ് ഡിസിഷൻ മേക്കിംഗ് മസ്റ്റ് ബി സ്പ്ലിറ്റ് അപ്പ് ഇൻ സ്റ്റേജസ്. നമ്മൾ സ്റ്റേജസ് ആയി സ്പ്ലിറ്റ് ചെയ്യുന്നു. ആൻഡ് ദ ഒപ്റ്റിമൽ ഡിസിഷൻ ഷുഡ് ബി ടേക്കൺ സീക്വൻഷ്യലി. എന്നിട്ട് നമ്മൾ ഒപ്റ്റിമൽ ഡിസിഷൻ ഇങ്ങനെ സീക്വൻസ് ആക്കി ഇന്ന കാര്യം ഫിക്സ് ചെയ്ത് അടുത്ത സീക്വൻസിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ പറയാം. അപ്പൊ ബെൽമാൻസ് ഇനിയിപ്പോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും കൂടി ചോദിക്കുകയാണെങ്കിൽ എന്താ പറയേണ്ടത്? ബെൽമാൻസ് ഒപ്റ്റിമൽ പോളിസി പറഞ്ഞാൽ എന്താണ്? ഒരു ഒപ്റ്റിമൽ പോളിസി or set of decision has a property that whatever the initial state and initial decision are, the remaining decision must constitute an optimal policy with regard to the state resulting in the preceding decision. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയേണ്ടത് ബെൽമാൻസ് ഒപ്റ്റിമൽ പറയേണ്ട ആവശ്യമില്ല. ബെൽമാൻസ് ഒപ്റ്റിമൽ പ്രിൻസിപ്പാലിറ്റി പറയേണ്ട ആവശ്യമില്ല.
Bellman's optimal principle states that the problem of decision making must be split up in stages and the optimal decision should be taken sequentially. എന്നിട്ട് ആ സീക്വൻസ് കാണിക്കുന്ന പിക്ചർ ആണ് ഇത്. ഇത് ജസ്റ്റ് ഒന്ന് കൊടുക്കുക. എന്താ എക്സ് എൻ എന്ന പൊസിഷൻ ആണെങ്കിൽ അത് ഫസ്റ്റ് പൊസിഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ. അപ്പോൾ അവിടെയുള്ള ഡിസിഷൻസ് ആണ് വൈ എൻ എന്ന ഡിസിഷൻ. ഇതെന്ന് പറഞ്ഞാൽ എക്സ് എൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് വേരിയബിൾ ആണ്. വൈ എൻ എന്ന് പറഞ്ഞാൽ ഡിസിഷൻ വേരിയബിൾ. നേരത്തെ ഞാൻ പറഞ്ഞു എക്സ് എൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കൊടുത്തതിൽ ഐ ഇവിടെ ഉണ്ട്, ജി എച്ച് ഉണ്ട്, പിന്നെ ഡി ഇ എഫ് ഉണ്ടായിരുന്നു, പിന്നെ ബി സി ഉണ്ടായിരുന്നു, പിന്നെ എ ഉണ്ടായിരുന്നു. അപ്പം ഇവരൊക്കെയാണ് എന്ത് സ്റ്റേറ്റ് വേരിയബിൾ. അപ്പോൾ ഈ ജിയിൽ നിന്ന് ഐയിലേക്കും എച്ച് നിന്ന് ഐയിലേക്കും എടുക്കുന്ന ടൈം ഉണ്ടല്ലോ, ആ ടൈമുകളായിരുന്നു അവിടുത്തെ ഡിസിഷൻ. ഈ ഡിയിൽ നിന്ന് ജിയിലേക്ക്, ഇയിൽ നിന്ന് ജിയിലേക്ക്, ഇതാണ് ഇവിടുത്തെ ഡിസിഷൻ വേരിയബിൾ. അപ്പൊ ഇത് ഇവിടെ x0 ഇത് x1 ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ കിട്ടുന്ന ആൾക്കാരാണ് അതിന്റെ y1. ഇവിടെയുള്ള ഈ ആരോസ് ആണ്, ഈ ആരോസിലുള്ള നമ്പേഴ്സ് ആണ് എന്ത് ഇവിടുത്തെ y2. ഇതാണ് ഇവിടുത്തെ x2. BC ആണ് x3. അവിടുന്ന് പോകുന്ന ആരോസിലെ നമ്പേഴ്സ് ആണ് എന്ത് y3. അതാണ് ഡിസിഷൻ വേരിയബിൾ. y3s എന്ന് പറഞ്ഞാൽ ഡിസിഷൻ വേരിയബിൾ ആണ്. ഈ BC എന്നുള്ളത് സ്റ്റേറ്റ് വേരിയബിൾസ് ആണ്. ഇപ്പം n വേരിയബിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ xn ആണ് എൻഡ്, xn എന്ന് വരുന്നത്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് വേറെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് തുടങ്ങാം. നമ്മൾ xn എന്നുള്ള അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് അതാണ്. ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ എന്താണ് xn കറസ്പോണ്ടിങ് ആയിട്ട് yn ഉള്ള വാല്യൂസ് ഉണ്ടാവും. അവിടെ നമ്മൾ ഡിസിഷൻ ക്രിയേറ്റ് ചെയ്യും. ആ ഡിസിഷൻ ആണ് fn yn. അതായത് ഇന്ന പാത്തിലൂടെ നമ്മൾ ട്രാവൽ ചെയ്യണം. എന്നിട്ട് കഴിഞ്ഞിട്ട് എന്താ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് xn-1 സ്റ്റേജിലേക്ക് പോകുന്നു. അവിടെ ഒരു y ഉണ്ടാവും, കറസ്പോണ്ടിങ് fi ഉണ്ടാവും, n-i1. അങ്ങനെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക. So this is Bellman's optimal principle.